അത് ഒരുപാട് കഴിവുകളുള്ള കുട്ടികളാണ്. ഒരുപാട് അപ്ലിക്കേഷനിൽ നിന്ന് ഈ ലോകത്തുള്ള എല്ലാവർക്കും ഒരുപോലെ കിട്ടിയിട്ടുള്ള ഒരു സാധനമുണ്ട്. ദി പവർ ഓഫ് ലവ് എന്നാണ് മെഡിറ്റേഷന്റെ പേര്. എന്താണ് പവർ ഓഫ് ലവ്? അതായത് പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഒരിക്കൽ കൂടെ പുന്നക്കാരൻ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് മിടുക്കന്മാരായ 40ഓളം വരുന്ന വിദ്യാർത്ഥികളുടെ ഇടയിലാണ്. ഈ വിദ്യാർത്ഥികൾക്ക് ഇന്ന് ക്ലാസ് കൊടുക്കുന്നത് ഇന്റർനാഷണൽ ട്രെയിനറായ മോട്ടിവേഷൻ ട്രെയിനറായ ഹരിനാരായണ സാറാണ്. നമുക്ക് ഈ കുട്ടികളുമായിട്ട് വന്നിട്ടുള്ള ഇവരുടെ ടീച്ചേഴ്സിനെ ഒന്ന് പരിചയപ്പെടാം. ഇത് സമഗ്ര ശിക്ഷയുടെ ഒരു പ്രോജക്റ്റാണ്. +1 +2 കുട്ടികൾക്കുള്ള 2 വർഷത്തെ പ്രോജക്റ്റാണത്. ഒരുപാട് കഴിവുകളുള്ള കുട്ടികളാണ്. ഒരുപാട് അപ്ലിക്കേഷനിൽ നിന്ന് തൃശ്ശൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പല സ്കൂളിൽ നിന്ന് പഠിക്കുന്ന സമൂഹത്തിൽ ഒരുപാട് മുന്നോട്ട് എത്താൻ പോകുന്ന കുട്ടികളാണ്. അതിൽ നിന്ന് കുറേ അപ്ലിക്കേഷനിൽ നിന്ന് കുറേ ക്രൈറ്റീരിയയിൽ കൂടി നമ്മൾ 60 കുട്ടികളെ തിരഞ്ഞെടുത്തു. അതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്ത 40 മിടുക്കരായ കുട്ടികളാണ് നമ്മുടെ മുൻപിലിരിക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ക്ലാസ് നടത്തുന്നത് മൗനയോഗി ഹരിനാരായണ സാറാണ് നമുക്കുള്ളത്. ഗുരുവായൂരിൻ്റെ സ്വന്തമാണ്. ഗുരുവായൂർ ജനിച്ചു വളർന്ന ഞങ്ങളുടെ പ്രിയ സഹോദരൻ, ഞങ്ങളുടെ നാട്ടുകാരനുമായ ഇന്റർനാഷണൽ താരമാണ്. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഇരുന്നിട്ടാവല്ലേ? യെസ്. അപ്പം നിങ്ങളെയൊക്കെ പരിചയപ്പെടാനും ഇങ്ങനെ ഒരു ക്ലാസ് നടത്താൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പം നേരത്തെ നിങ്ങളുടെ ടീച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. നിങ്ങളൊക്കെ വിവിധ കഴിവുകളുള്ള കുട്ടികളാണ് സെലക്ട് ചെയ്ത് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള കുട്ടികളാണെന്ന്. +1 +2 തലത്തിലാണ് അല്ലേ? ഇപ്പം ഏകദേശം ഒരു 15-16 വയസ്സ്. ഇനി കുറച്ച് കഴിയുമ്പോഴേക്കും നിങ്ങളൊരു 3 വർഷം 4 വർഷമൊക്കെ പഠിപ്പ് കഴിയുമ്പോഴേക്കും നിങ്ങൾ സമൂഹത്തിലെ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊസിഷനുകളിലേക്ക് എത്തപ്പെടാൻ വേണ്ടിയിട്ടുള്ള കുട്ടികളാണ് അല്ലേ? അപ്പോൾ നമ്മളെല്ലാവർക്കും സക്സസ് ആവണം അല്ലെങ്കിൽ വിജയിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവില്ലേ? അങ്ങനെ ആഗ്രഹമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ ഈ ലോകത്തിൽ സക്സസ് ആയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് നമുക്കറിയാവുന്നത് അല്ലേ? ഈ സക്സസ് ആയിട്ടുള്ള ആളുകളാണെങ്കിലും സക്സസ് ആവാത്ത ആളുകളാണെങ്കിലും ഈ ലോകത്തുള്ള എല്ലാവർക്കും ഒരുപോലെ കിട്ടിയിട്ടുള്ള ഒരു സാധനമുണ്ട്. അതെന്താണെന്ന് അറിയാം നമുക്ക്? എല്ലാവർക്കും ഒരുപോലെ കിട്ടിയിട്ടുള്ളത് ടൈം, സമയം. എല്ലാവർക്കും 24 മണിക്കൂറാണ് സമയം കിട്ടിയിട്ടുള്ളത് അല്ലേ? പക്ഷേ സക്സസ് ആയിട്ടുള്ള ആളുകളെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഈ സമയം അവർക്ക് അനുവദിക്കപ്പെട്ട് കിട്ടിയിട്ടുള്ള സമയം അവർ വളരെ കൃത്യമായിട്ട് ഉപയോഗിച്ച ആളുകളായിരിക്കുന്നു. അപ്പം എങ്ങനെ നമുക്ക് നമ്മുടെ സമയത്തെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. അപ്പം അതിനുള്ള ഒരു ചെറിയ ഒരു 5 മിനിറ്റ് മെഡിറ്റേഷനാണ് ഞാൻ എടുക്കുന്നത്. അതായത് നമ്മൾ വളരെ അടുക്കും ചിട്ടയോട് കൂടിയിട്ടാണ് നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ സമയം കിട്ടിയതുപോലെയാണെന്ന്. അപ്പം നമ്മൾ നോക്കൂ, നമ്മൾ 1 മണിക്കൂർ ഒരു ദിവസം നേരത്തെ എഴുന്നേറ്റു എന്ന് വിചാരിക്കുക. ഒരു മാസത്തിൽ നമുക്ക് എത്ര മണിക്കൂർ കൂടുതൽ കിട്ടി? 30 മണിക്കൂർ നമുക്ക് കൂടുതൽ കിട്ടി. അതായത് 8 മണിക്കൂറാണെന്ന് ഒരാൾ ജോലി ചെയ്യുന്ന സമയം എന്നുണ്ടെന്ന് വെച്ചെങ്കിൽ 30 മണിക്കൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 3.5 ദിവസം നമുക്ക് കൂടുതൽ കിട്ടി. അങ്ങനെയാണെങ്കിൽ 365 ദിവസത്തിൽ, അതായത് ഒരു വർഷത്തിൽ അയാൾക്ക് എത്ര സമയം കൂടുതൽ കിട്ടി? 30 × 12 360 മണിക്കൂർ കൂടുതൽ കിട്ടി. അതായത് ഏകദേശം 35-40 ദിവസം അയാൾക്ക് കൂടുതൽ കിട്ടിയെന്ന്. അതായത് 1 മണിക്കൂർ കൂടുതൽ കിടന്നുറങ്ങുന്ന ഒരാളെ സംബന്ധിച്ച് 12 മാസമാണ് ഒരു വർഷം എന്നുണ്ട് വെച്ചെങ്കിൽ 1 മണിക്കൂർ നമ്മൾ നേരത്തെ എഴുന്നേറ്റാൽ നമുക്ക് കിട്ടുന്നത് 13.5 മാസമാണെന്ന്. അപ്പം നമ്മൾ ആ 1 മണിക്കൂർ നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിച്ചപ്പോൾ നമുക്ക് എന്തുണ്ടായി? 1.5 മാസം ഒരു വർഷത്തിൽ കൂടുതൽ കിട്ടിയിരുന്നു. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ അടുക്കും ചിട്ടയോട് കൂടിയിട്ട് ഫോക്കസ്ഡായിട്ട് നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വിജയിക്കാൻ വേണ്ടി കഴിയുന്നുള്ള. അപ്പോൾ എങ്ങനെ ഫോക്കസ്ഡായിട്ട്? അപ്പോൾ നമുക്കറിയാം, നമുക്ക് സൂര്യൻ്റെ പ്രകാശം, ഈ സൂര്യൻ്റെ പ്രകാശം എല്ലാ സ്ഥലത്തും പതിക്കുന്നുണ്ട് അല്ലേ? പക്ഷെ നമ്മളൊരു ലെൻസ് വെച്ചിട്ട് നമ്മളൊക്കെ കുട്ടിക്കാലത്ത് കളിച്ചിട്ടില്ലേ? കടലാസോ അല്ലെങ്കിൽ പഞ്ഞിയൊക്കെ നമുക്കതിനെ കത്തിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ലെൻസ് വയ്ക്കുമ്പോൾ എന്താണ്ടാവുന്നത്?
ഈ പ്രകാശം മുഴുവൻ ഫോക്കസ്ഡ് ആയിട്ട് ഒരു പോയിന്റിലേക്ക് വരുന്നു. ആ പ്രകാശം കൊണ്ട് അതിൻ്റെ ചൂട് കൊണ്ട് അതിനെ കത്തിക്കാൻ വേണ്ടി പറ്റുന്നു. എന്നാൽ ബാക്കി എല്ലാ സ്ഥലത്തും പ്രകാശം വീഴുന്നില്ലേ? ഉണ്ട്, അവിടെ കിടക്കുന്നൊന്നും കത്തുന്നില്ല. ഇതുപോലെ നമ്മുടെ ലക്ഷ്യത്തെക്കുറിച്ച് നമ്മളുടെ മൈൻഡ് ഫോക്കസ്ഡായിട്ട് നമ്മുടെ ഉള്ളിലുള്ള എനർജി മുഴുവൻ നമ്മൾ അതിലേക്ക് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണോ സൂര്യപ്രകാശം വെച്ച് നമുക്കിതിനെ കത്തിക്കാൻ പറ്റുന്നത്, അതുപോലെ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തെ നേടിയെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ മൈൻഡിനെ ഫോക്കസ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ മെഡിറ്റേഷനാണ് ഞാൻ എടുക്കുന്നത്. ദി പവർ ഓഫ് ലവ് എന്നാണ് മെഡിറ്റേഷൻ്റെ പേര്. എന്താണ്? പവർ ഓഫ് ലവ്. അതായത് സ്നേഹത്തിൻ്റെ ശക്തി. നമ്മുടെ മനസ്സിനെ എന്തൊക്കെ മിറാക്കിൾസ് ചെയ്യാൻ വേണ്ടി സാധിക്കും നമുക്ക് ചുറ്റും, നമ്മുടെ ശരീരത്തിലും നമുക്ക് ചുറ്റിലും എന്തൊക്കെ മിറാക്കിൾസ് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ള ഒരു ചെറിയ ഒരു 5 മിനിറ്റ് മെഡിറ്റേഷൻ. നിങ്ങളൊന്ന് നിങ്ങളുടെ കൈ എടുത്തിട്ട് 2 കൈയും തമ്മിൽ ഇങ്ങനെ ഒന്ന് ചേർത്ത് വെക്കുക. ഒരു പക്ഷേ നിങ്ങളുടെ ഏതെങ്കിലും ഒരു കൈയെ ഒരു സ്വല്പം വലിപ്പം കൂടുതലായിരിക്കും, അല്ലേ? അത് കുഴപ്പമില്ല, അത് നോർമലാണത്. നമ്മുടെ മനസ്സിലൊന്ന് കാണുക ഏതാണ് കൈ വലിപ്പം കൂടുതൽ എന്നുള്ളത്, അല്ലെങ്കിൽ വലിപ്പം കുറവുള്ളത്. ഇപ്പം ഇടത്തെ കൈയാണെങ്കിൽ ഇടത്തെ കൈ നമ്മുടെ മൈൻഡിലുണ്ടാവണം. ഇടത്തെ കൈയാണ് എൻ്റെ വലിപ്പം കുറവുള്ളത്, അല്ലെങ്കിൽ വലത്തെ കൈയാണ് എൻ്റെ വലിപ്പം കുറവുള്ളതെന്ന്. ജസ്റ്റ് 5 മിനിറ്റ്സ് മെഡിറ്റേഷൻ കൊണ്ട് നമുക്കുണ്ടാവുന്ന ചേഞ്ച് നമുക്കൊന്ന് ഫീൽ ചെയ്യാം. ഓക്കെ, സിറ്റ് സ്ട്രൈറ്റ്, നട്ടല് നിവർത്തി ഇരിക്കൂ. കൈ സാധാരണ എങ്ങനെ വെക്കാം. ഇത് മനസ്സിലുണ്ടായാൽ മതി ഏത് കൈയാണ് ചെറുതെന്നുള്ളത് കേട്ടോ. കൈ എങ്ങനെയാണോ നമുക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ട് വെക്കാൻ പറ്റുകയെങ്കിൽ അതുപോലെ കംഫർട്ടബിളായിട്ട് വെക്കുക. കണ്ണുകൾ അടയ്ക്കും. ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കൂ. ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക്. വളരെ സാവധാനം ശ്വാസം പുറത്തേക്ക്. ശ്വാസത്തെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കൂ. ഓരോ ശ്വാസം എടുത്തു വിടുമ്പോഴും നിങ്ങൾ കൂടുതൽ കൂടുതൽ ശാന്തിയും സമാധാനവും സന്തോഷവും ആസ്വദിക്കുന്നതായി അനുഭവിക്കൂ. സാവധാനം കണ്ണുകൾ തുറക്കാവുന്നതാണ്. യെസ്, ഇനി നിങ്ങൾ നേരത്തെ ചെയ്ത പോലെ ആ കൈയൊന്ന് വെച്ച് നോക്കൂ. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ നോക്കൂ. വ്യത്യാസം ഉണ്ടാ? ഉണ്ട്. ആ ചെറുതായിരുന്ന കയ്യോ വലുതായി അല്ലേ? എന്തോന്നും പറയാത്താരും ഇല്ലേ? കണ്ടില്ലേ? ഒരു ചെറിയൊരു നിങ്ങളുടെ ശ്രദ്ധ കൊടുത്തപ്പോഴേക്കും നിങ്ങളുടെ ശരീരത്തിൽ ഇങ്ങനെ വ്യത്യാസം ഉണ്ടായിച്ചെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ചുറ്റുപാടിലും എന്തൊക്കെ വ്യത്യാസം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയും. അപ്പം അങ്ങനെ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ആഗ്രഹിക്കുന്നത് ജീവിതത്തിൽ നേടാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഈ പ്രകൃതി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറയുന്നു. എല്ലാവർക്കും നല്ലൊരു ഭാവി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.